നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 7-ാം തീയതി. തൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകം മുടങ്ങിയതിലുള്ള രോഷം കൊണ്ട് ക്ഷുബ്ധനായി നിൽക്കുന്ന ആ ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ വിനയാന്വിതനാക്കിയ ആ ഉപദേശമാണ് ഇന്നലെ നമ്മൾ പാരായണം ചെയ്തത്. ലക്ഷ്മണനെ സമാധാനിപ്പിച്ച ഭഗവാൻ സ്വന്തം അമ്മയെ വീണ് നമസ്കരിച്ച് സമാധാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തൻ്റെ നിസ്സഹായ അവസ്ഥ കൊണ്ട് രാമരാമ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആ ദശരഥൻ്റെ മുന്നിൽ വീണ് വണങ്ങി പോവാനൊരുങ്ങുമ്പോൾ ലക്ഷ്മണനും താനും കൂടെയുണ്ട് എന്ന് പുറപ്പെട്ട് ഒപ്പം വന്നു. സീതാദേവിയും ഒപ്പം വന്നു. അങ്ങനെ സീതാലക്ഷ്മണനോടുകൂടി ശ്രീരാമചന്ദ്രൻ പോവാനൊരുങ്ങിയപ്പോൾ കൈകേയി ആ രാജകീയമായ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വാങ്ങിച്ച് വൽക്കലവും മരവുരിയും പ്രദാനം ചെയ്തത് കണ്ട് അതീവ കോപിഷ്ഠനായിട്ടുള്ള വസിഷ്ഠൻ ആ കൈകേയിയെ അതിനിശിതമായി ശകാരിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ വർണ്ണിച്ചു. ഈ അവസ്ഥയിലും നിസ്സഹായമായി അവസ്ഥനായി ദശരഥൻ രാമ രാമ എന്ന് വിലപിച്ച് കരയുമ്പോൾ ആ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി ദശരഥനെ വണങ്ങി വനത്തിലേക്ക് പോകാൻ പുറപ്പെട്ടു. ആ അയോധ്യാവാസികളെല്ലാം തങ്ങളുടെ കൂടെ കൂടി. അത് മനസ്സിലാക്കി അവരെ ഉപേക്ഷിച്ചു പോവാൻ വയ്യ, അവരെ ഉപദേശിക്കുക തന്നെ എന്ന് വിചാരിച്ച് താൻ ആരാണെന്നും താൻ സാക്ഷാൽ നാരായണമൂർത്തിയാണെന്നും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള ഉപദേശം. അങ്ങനെ രാത്രി കഴിഞ്ഞുകൂടി. പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ആ വനത്തിലേക്ക് ഭഗവാൻ പോകുന്നതായിട്ടുള്ള രംഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലുമമ്മേ മനസ്സിത്തെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ.
ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മീ ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠം ഉടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗളദേവതാവല്ലഭൻ രാഘവനിങ്കിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠമഹാമുനി. കോപേന ഭർത്സിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാനെന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടുകെന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്രപ്രയാണായ സത്വരം. ഇത്തമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്തു പുത്ര ഹാരാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗ. ഹാ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ, വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി
വന്ദിച്ചു തേരിൽ കരേറിനാളിന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു.